നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. ഇത് റെഡ്മി നോട്ട് 6 പ്രോയുടെ അൺബോക്സിംഗ് ആണ്. റെഡ്മി നോട്ട് 6 പ്രോ ഷവോമിയുടെ റെഡ്മി നോട്ട് 5 പ്രോ എന്ന് പറഞ്ഞ ഡിവൈസിൻ്റെ സക്സസറാണ്. അപ്പോൾ നമുക്ക് നോക്കാം ബോക്സിൻ്റെ ചുറ്റും എന്തൊക്കെയുണ്ട്. റെഡ്മി നോട്ട് 6 പ്രോ എന്ന് എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടിൽ മെയ്ഡിന് നമ്പർ 1 ഫോൺ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അവർ ബാക്കിൽ കുറച്ച് സ്പെക്സ് കൊടുത്തിട്ടുണ്ട്. 20+2 MB സെൽഫി ക്യാമറ ഉണ്ട്, 20+5 MB ഡ്യുവൽ ക്യാമറ ബാക്കിലുണ്ട്, 6.26 9:9 ഡിസ്പ്ലേ ഉണ്ട്, സ്നാപ്ഡ്രാഗൺ 636 ഉണ്ട്. പിന്നെ ഇത് ബ്ലാക്ക് കളറാണ്. പിന്നെ ഇത് 6GB റാം 64GB വേർഷനാണ്. ഡ്യുവൽ സിം, ഡ്യുവൽ സ്റ്റാൻഡ് ബൈ, ഡ്യുവൽ സെൽഫി ക്യാമറ, ഡ്യുവൽ റിയർ ക്യാമറ, 4000 mAh ബാറ്ററി, ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ഫേസ് അൺലോക്ക്, അങ്ങനെ ഒരു സ്പെക്സ് ഉണ്ട്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. മേലെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പെക്സ് തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പ്രൈസ് 18 അല്ലെങ്കിൽ 17,999 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ റെഡ്മി നോട്ട് 6 പ്രോ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 5 പ്രോയുടെ സക്സസറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രത്യേകിച്ച് മേജർ ചേഞ്ച് ഒന്നും ഇല്ലാതെ ഇറക്കിയൊരു ഡിവൈസ് ആയതുകൊണ്ട് എനിക്ക് ഈ ഡിവൈസിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇതിന് നോച്ചുണ്ട്. പിന്നെ ആ നോച്ചുള്ള കാരണം 9:9 ആസ്പെക്ട് റേഷ്യോയിൽ 6.26 ഇഞ്ച് സ്ക്രീൻ വന്നു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എന്താ പറയുക, ഇതിന് ഡ്യുവൽ ക്യാമറയാണ് ഫ്രണ്ടിൽ ഇപ്രാവശ്യം. അതായത് ഡെപ്ത് സെൻസർ ഉണ്ട് ഫ്രണ്ടിൽ. അതായത് റെഡ്മി നോട്ട് 5 പ്രോൻ്റെ ഫ്ലാഷ് കഴിഞ്ഞിട്ടാണ് ഈ 2 MB ഡെപ്ത് സെൻസർ വെച്ചത്. അതെനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഫ്ലാഷ് ഉള്ളതാണ് ഈ ഡ്യുവൽ ക്യാമറ ഉള്ളതിനേക്കാൾ നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അത് പിന്നെ ഓരോരുത്തർക്ക് അതിനനുസരിച്ച് മാറും. കാരണം നമുക്ക് അത്യാവശ്യം നല്ല ബുക്ക് ചെയ്തിട്ട് റെഡ്മി നോട്ട് 5 പ്രോ കിട്ടിയിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഗൂഗിൾ ക്യാമറയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ഒക്കെ വളരെ നല്ലതായിരുന്നു തന്നെയാണ് പറയാൻ. അപ്പോൾ ഒരു സെക്കൻഡറി ക്യാമറ വന്നുകൊണ്ട് അതുകൊണ്ട് അത്രയും വലിയ യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ നമുക്ക് ബോക്സ് തുറന്ന് നോക്കാം. ബോക്സിൻ്റെ ഫ്രണ്ടിലായെന്ന് നമുക്ക് കാണാം റെഡ്മി നോട്ട് 6 പ്രോ ഡിവൈസ് ഉണ്ട്. നമുക്കത് ഒരു സൈഡിലൊക്കെ മാറ്റി വെക്കാം. എന്നിട്ട് ബോക്സിനകത്ത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അത് പൊതുവേ അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്പെക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സ്പെക്സ് തന്നെയാണത്. നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. സാധാരണ ഒരു പേപ്പർ ബോക്സ് ഉണ്ട് അതിനകത്ത്. പിന്നെ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനകത്തൊരു ചാർജറും ഒരു USB കേബിളും ഉണ്ട്. ഇത് ക്വിക്ക് ചാർജ് 3 സപ്പോർട്ട് ചെയ്യുന്ന ചാർജറല്ല. ഇതിന് 4000 mAh ബാറ്ററി ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഇതിന് ക്വിക്ക് ചാർജ് 3 സപ്പോർട്ട് ഉണ്ടെങ്കിലും അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ വാങ്ങിക്കേണ്ടി വരും. 500 രൂപ എങ്ങാണ്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷവോമിയുടെ സൈറ്റിൽ ക്വിക്ക് ചാർജ് 3 സപ്പോർട്ട് വേണമെങ്കിൽ മാത്രം. പിന്നെ ഷവോമി പഴയതുപോലെ തന്നെ അവരുടെ റെഡ്മി സീരീസിന് അവർ ഒരു തൊട്ട് താഴെയുള്ള അല്ലെങ്കിൽ രണ്ടാം ഘട്ട സീരീസ് ആയിട്ട് അവർ കാണുന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും അവർ മൈക്രോ USB കേബിളാണ് ഈ ഫോണിന് യൂസ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പിന്നെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ചേഞ്ച് വരുത്തുമ്പോൾ അവർ ഇതൊരു USB Type C കേബിൾ ആക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവരാക്കിയില്ല. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. എന്തായാലും അതാണ് നമുക്കുള്ളത്. ഇയർഫോൺസ് പൊതുവേ പോലെ തന്നെ ഇതിനകത്തും ഇല്ല. പിന്നെ നമുക്ക് ആ പേപ്പർ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. സാധാരണ ഉള്ള പോലെ ചെറിയ വ്യത്യാസമുണ്ട് ഇതിന്. ഓക്കെ, ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു സിം റിമൂവൽ ടൂളാണ്, സിം ഇജക്റ്റ് ടൂളാണ് അവിടെ ഉള്ളത്. പിന്നെ സാധാരണ പോലെ തന്നെ യൂസർ ഗൈഡ് ഉണ്ട്, മറ്റേ വാറണ്ടിയുടെ മറ്റും കാര്യങ്ങൾ മെൻഷൻ ചെയ്തൊരു ഇതുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു സോഫ്റ്റ് കേസുണ്ട്. വളരെ തിന്നായിട്ടുള്ള സോഫ്റ്റ് കേസാണ്. ഞാൻ നേരത്തെ എൻ്റെ പല അൺബോക്സിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷവോമി തരുന്ന TPU കേസ് ഭയങ്കര തിന്നായിട്ടുള്ള TPU കേസാണ്. ഹോണറോ അല്ലെങ്കിൽ റിയൽമിയോ തരുന്ന പോലെ അത്രയും കട്ടിയുള്ളൊരു TPU കേസല്ല. പെട്ടെന്ന് തന്നെ ഒരു കേസ് മാറ്റിയിടുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് അത്യാവശ്യം പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ. എനിക്ക് തോന്നിയിട്ടുള്ളത് കേസ് ഇട്ടാൽ ഫോൺ കുറച്ചും കൂടി സ്ലിപ്പറി ആവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഫോൺ പെട്ടെന്ന് അതിനകത്ത് സ്ലിപ്പ് ചെയ്ത് പുറത്തോട്ട് വീഴാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നോട്ട് 5 പ്രോൻ്റെ അതേ സ്പെക്കാണ് ഇതിനുള്ളത് എന്നുള്ളത് ഇതിൻ്റെ വലിയ പോരായ്മയാണ്. സ്നാപ്ഡ്രാഗൺ 636, 4000 mAh ബാറ്ററിയും. ആകെയുള്ള വ്യത്യാസം പറയുന്നത് ഈ 2 MB സെൻസർ എങ്ങാണ്ട് ഡെപ്ത് സെൻസർ അവർ വെച്ചിട്ടുണ്ട്. 2 MB ക്യാമറയ്ക്ക് ഫ്ലാഷ് കളഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞ പോലെ സ്ക്രീനിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്. നമുക്ക് സ്റ്റിക്കർ പറിച്ച് കളയാം. ഇതൊരു സർപ്രൈസാണ് എനിക്ക്. MIUI 9 ആണ് അല്ലെങ്കിൽ MIUI 9 ആണ് ഇതിനകത്തുള്ളത്. ഞാൻ വിചാരിച്ചു MIUI 10 വെച്ചാണ് ഇത് വരിക എന്നുള്ളത്. അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ നേരത്തെ മനസ്സിൽ പറഞ്ഞ പോലെ 6.26 ഇഞ്ച് ഫുൾ HD പ്ലസ് 9:9 ഡിസ്പ്ലേ ആണുള്ളത്. 500 nits ബ്രൈറ്റ്നസ് വരെ പോകുന്നതാണ് ഷവോമി പറയുന്നത്. കോണിംഗ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ നോച്ച് ഉണ്ട്.
എനിക്ക് ചെറുതായിട്ട് അവിടെ IR സെൻസർ ഉണ്ടെന്ന് തോന്നുന്നു, ചെറുതായിട്ട് മിന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇതിന് ഡ്യുവൽ ക്യാമറ ആണ്, ഞാൻ പറഞ്ഞ പോലെ ഒരു 2 MB ഡെപ്ത് സെൻസറും സാധാരണ ഒരു 20 MB f2.2 അപ്പർച്ചർ അല്ലെങ്കിൽ f2.2 അപ്പർച്ചർ ക്ഷമിക്കണം ക്യാമറയാണ് ഉള്ളത്. പിന്നെ ബാക്കിൽ നമുക്ക് കാണാം മെറ്റാലിക് ബോഡിയാണ്. റെഡ്മി നോട്ട് 5 പ്രോ തന്നെ പോലെ ഇരിക്കുന്നത്, കുറച്ച് റൗണ്ടിഷ് ആണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലാണ്ട് പ്രത്യേകിച്ചൊരു വ്യത്യാസം ഞാൻ കാണുന്നില്ല. നമുക്ക് ടോപ്പിൽ നമുക്ക് 3.5 ഹെഡ്ഫോൺ ജാക്ക്, IR സെൻസർ, റിമോട്ടിൽ മറ്റേ ടി വിയും ഇലക്ട്രോണിക്സ് ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ള IR സെൻസർ, പിന്നെ പ്രൈമറി മൈക്രോഫോണും ഉണ്ട്, അത് നമുക്ക് കാണാം. പിന്നെ താഴത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മൈക്രോ USB പോർട്ടും അതിൻ്റെ ഒപ്പം ഗ്രില്ലും കാണാം. പിന്നെ ഈ സൈഡിൽ നമുക്ക് പവർ ബട്ടണും വോളിയം റോക്കർ കീസും കാണാൻ പറ്റുന്നതാണ്. ബാക്ക് സൈഡിൽ നമുക്ക് ഡ്യുവൽ റിയർ ക്യാമറ കാണാം. അതായത് ഒരെണ്ണം 12 MB റിയർ ക്യാമറ വിത്ത് f1.9 അപ്പർച്ചറും, രണ്ടാമത്തെ 5 MB ഡെപ്ത് സെൻസറുമാണ്. പിന്നെ ഷവോമിയുടെ തന്നെ വളരെ സാധാരണ റിയർ മൗണ്ടർ ഫിംഗർ പ്രിൻറ്റ് സെൻസറുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ബ്രാൻഡിങ്ങും ഉണ്ട്. നമുക്ക് ഫോൺ ഓപ്പൺ ആയാൽ നമുക്കിനി അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഇതിന് എന്തൊക്കെ ഡീറ്റെയിൽ ഉണ്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ആൻഡ്രോയിഡ് 8.1 ആണ്, ഓഗസ്റ്റ് സെക്യൂരിറ്റി പാച്ചാണുള്ളത്. പ്രോസസ്സർ 6GB റാം ഉണ്ട്, 52.18 GB അവൈലബിൾ ആണ് ഫ്രീ സ്പേസ് ആയിട്ട്. ഞാൻ അവിടെ പറഞ്ഞു, ഞാൻ MIUI 10 ഇല്ലാത്തത് തന്നെ ഒരു ഡിസപ്പോയിൻറ്റിങ് ഫാക്ടറാണ് ഈ ഫോണിൻ്റെ. എന്തുകൊണ്ടില്ല എന്നറിയില്ല. നമുക്ക് ക്യാമറ ആപ്പിൽ അതിൽ വ്യത്യാസം നോക്കാം. ഇത് അതുപോലെ AI ക്യാമറ വന്നിട്ടുണ്ട്, ഇതിനകത്ത് AI ഓപ്ഷൻ ഉണ്ട്. ഞാനിത് പോക്കോ ഫോണിൽ കണ്ടിട്ടുണ്ട്. പോക്കോ ഫോണിൽ ഇതേപോലത്തെ ഒരു ക്യാമറ AI ക്യാമറ ഉണ്ട്. നമുക്ക് മാനുവൽ മോഡിൽ വെച്ച് അവസാനം അവർ റെഡ്മി സീരീസിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് മാനുവൽ മോഡ് ക്യാമറ തന്നാൽ തോന്നുന്നു. ഇല്ലെങ്കിൽ നമുക്കറിയാമല്ലോ അവർ ISO കൺട്രോളും പിന്നെ മറ്റേ വാംത്ത് മാറ്റാനുള്ളത്, ഡെപ്ത് WB മാറ്റാനുള്ള ഓപ്ഷനുള്ളൂ. പിന്നെ ഷട്ടർ സ്പീഡ് കൺട്രോൾ വളരെ കുറവാണ്. നമുക്ക് ബാക്കിയുള്ള ഫോൺ പോലെ 16 സെക്കൻഡ് 32 സെക്കൻഡ് വരെ നീട്ടി ലൈറ്റുകളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും ഫോക്കസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മാനുവൽ മോഡ് തന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ക്യാമറ 2APS സപ്പോർട്ട് ഇല്ലെന്നാണ് ഞാൻ കേട്ടത്, അല്ലെങ്കിൽ ഞാൻ വീഡിയോ കണ്ടത്, ഞാൻ ചെക്ക് ചെയ്തില്ല. പിന്നെ വീഡിയോ ഇത് 4K റെഡ്മി നോട്ട് 5 പ്രോയിൽ നിന്ന് റെക്കോർഡ് ചെയ്യില്ല, എങ്ങനെ ചിപ്സെറ്റ് സപ്പോർട്ട് ചെയ്യുമെങ്കിലും 1080p 30 FPS ഉള്ള അതിൻ്റെ നോട്ട് 5 പ്രോ 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. നമുക്ക് കവർ പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ കവർ ഭയങ്കര തിന്നാണ്, ഇതൊരു പ്രൊട്ടക്ഷൻ ഈ ഫോൺ തരില്ല. എന്തായാലും ഫോണിന് ഞാൻ പറഞ്ഞ റെഡ്മി നോട്ട് 5 പ്രോയിൽ തന്നെ ഹൈബ്രിഡ് സ്ലോട്ടാണുള്ളത്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 4GB റാം 64GB വേർഷന് 13,999. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന 6GB 64GB വേർഷന് 15,999 പ്രൈസ് ഉള്ളത്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇതിൻ്റെ ഒപ്പം കുറച്ച് ക്യാമറ സാമ്പിൾസ് ഇടാം. ഞാനിതിന് പ്രത്യേകിച്ചൊരു എക്സ്ട്രാ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ക്യാമറ സാമ്പിൾസ് എൻജോയ് ചെയ്യുക. നന്ദി, നമസ്കാരം. Hi, this is a sample video of Redmi Note 6 Pro. Hi, this is the sample of Redmi Note 6 Pro.